ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫബിൾ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. മാക്സിമൈസിങ് ലാൻഡ് യൂട്ടിലൈസേഷൻ, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു കുട്ടി 15 സെൻറ്റിൽ മാക്സിമം ലാൻഡൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കൃഷി ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ആ കുട്ടി കൃഷി ചെയ്തത്, എന്തൊക്കെയാണ് അവൻ്റെ കൃഷി രീതികൾ എന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. A young farmer presents a model as a guiding example for those who regret the lack of space for farming. സ്ഥലപരിമിതി ഉള്ളവർക്ക് പറ്റിയ നല്ലൊരു മോഡലാണ് ഈ ഒരു കുട്ടി സജസ്റ്റ് ചെയ്തത്. എന്തൊക്കെയാണ് അപ്പോൾ ആ കുട്ടിയുടെ കൃഷി രീതികൾ എന്നാണ് പറയുന്നത്? ഫസ്റ്റ് വൺ സാക്ക് ഫാമിംഗ് ആണ്. ചാക്കുകളിലും സഞ്ചികളിലൊക്കെ കൃഷി ചെയ്യുന്ന രീതിയാണ് സാക്ക് ഫാമിംഗ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ആർക്കും വലിയ ട്രെയിനിങ് ഒന്നും വേണ്ട അല്ലേ സാക്ക് ഫാമിംഗ് ചെയ്യാൻ. അപ്പോൾ അതാണ് ഏറ്റവും ഫസ്റ്റ് സ്ഥലപരിമിതി ഓവർകം ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് സാക്ക് ഫാമിംഗ് ആണ്. അടുത്തത് അക്വാപോണിക്സ് ആണ്. അക്വാപോണിക്സ് എന്ന് വെച്ചാൽ മീൻ വളർത്തലും കൃഷിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. ആ മീൻ വളർത്തുന്ന വെള്ളത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന രീതിയാണ് അക്വാപോണിക്സിലുള്ളത്. അപ്പം മീനിൽ നിന്നുള്ള ലാഭവും കിട്ടും, അതുപോലെ തന്നെ കൃഷിയിൽ നിന്നുള്ള ലാഭവും കിട്ടും. ഇവിടെ 2 ബെനിഫിറ്റാണ് നമുക്കുള്ളത്. അപ്പം അക്വാപോണിക്സ് എന്ന് വെച്ചാൽ മീൻ വളർത്തുന്നതിൻ്റെ കൂടെ തന്നെ കൃഷി ചെയ്യുക. ആ മീൻ വളർത്തുന്ന വെള്ളത്തിൽ തന്നെയാണ് ചെടിയും വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒട്ടും വാട്ടർ വേസ്റ്റേജ് ഇല്ല. ഫുൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൃഷി രീതിയാണ്. പെസ്റ്റിസൈഡ്സോ കെമിക്കൽസോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള കൃഷി രീതിയാണ് അക്വാപോണിക്സ്. അടുത്തത് പെറ്റ് ബോട്ടിൽ ഫാമിംഗ് ആണ്. പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലൊക്കെ എന്ത് ചെയ്യുക, കൃഷി ചെയ്യുന്ന രീതിയാണ് പെറ്റ് ബോട്ടിൽ ഫാമിംഗ് എന്ന് പറയാം. ഇങ്ങനെ അവർ ഇവിടെയും വലിച്ചെറിയുന്നതിന് പകരം പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് നമ്മുടെ നേച്ചറിന് വളരെ യൂസ്ഫുൾ ആണ് അല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പെറ്റ് ബോട്ടിൽ ഫാമിങ്ങും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ എന്താ പെറ്റ് ബോട്ടിൽ ഫാമിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക്? നമുക്ക് ഒരുപാട് വലിയ ചെടികളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പെറ്റ് ബോട്ടിൽ ഫാമിങ്ങിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. റൂട്ടിനെ വളരാൻ അത്ര സ്പേസ് ഉണ്ടാവില്ല അല്ലേ? അതുപോലെ തന്നെ ഈ പെറ്റ് ബോട്ടിൽസിനൊന്നും ഒരുപാട് കാലത്തെ ആയുസ് ഉണ്ടാവില്ല. കുറേ കാലം കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ തുടങ്ങും, കേടുവരാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കാലമൊക്കെ നിൽക്കുന്ന പ്ലാന്റ്സ് മാത്രമേ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ എന്തിൽ പറ്റൂ, പെറ്റ് ബോട്ടിൽ ഫാമിങ്ങിൽ പറ്റൂ. അടുത്തത് വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. പ്ലാന്റ്സ് ലെയേഴ്സായിട്ട് തട്ടായിട്ട് വെർട്ടിക്കൽ പൊസിഷനിൽ തട്ടായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുക. വെർട്ടിക്കൽ ഫാമിങ്ങിൽ നമ്മൾ ഹൈഡ്രോപോണിക്സോ അല്ലെങ്കിൽ എയറോപോണിക്സോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുക. എയറോപോണിക്സ് എന്ന് വെച്ചാൽ വേരിനെ എയറിലേക്ക് തൂക്കിയിട്ടിട്ട് അങ്ങനെ വളർത്തുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുക. അപ്പോൾ ഈ ന്യൂ ടെക്നോളജീസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. അടുത്തതായിട്ട് പോട്ട് കൾട്ടിവേഷൻ ആണ്. പോട്ട് കൾട്ടിവേഷൻ നമുക്കൊക്കെ അറിയുന്നതാണ്, ചട്ടികളിൽ കൃഷി ചെയ്യുന്ന രീതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര ഈസി ആയിരിക്കും. അടുത്ത ടെറസ് ഫാമിംഗ് ആണ്. ഒട്ടും സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ടെറസ് ഫാമിംഗ്. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുക. ഇപ്പോൾ അർബൻ ഏരിയാസ് വികസിത സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള സിറ്റികളിലൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ എക്സാമിന് സ്പേസ് ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാം? സാക്ക് ഫാമിംഗ്, അക്വാപോണിക്സ്, പെറ്റ് ബോട്ടിൽ ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ്, പോട്ട് കൾട്ടിവേഷൻ ആൻഡ് ടെറസ് ഫാമിംഗ്. ഇതൊക്കെയാണ് സ്പേസ് കൺസ്ട്രെയിൻ, സ്ഥലപരിമിതി ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ്. നെക്സ്റ്റ് നമ്മൾ വെർട്ടിക്കൽ ഫാമിംഗ് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. വെർട്ടിക്കൽ ഫാമിംഗ് ഈസ് എൻ ഇന്നോവേറ്റീവ് മെത്തേഡ് ടു ഓവർകം സ്പേസ് കൺസ്ട്രെയിൻ. സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഒരു പുതിയ കൃഷി രീതിയാണ് ഇത് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ആ വെർട്ടിക്കൽ ഫാമിങ്ങിനെ കുറിച്ച് ഒരു നോട്ട് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ആ ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ ആൻസേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. Vertical farming is an innovative agricultural method
Crops are grown in vertically stacked layers. അതായത് വേർട്ടിക്കൽ പൊസിഷനിൽ ലംബമായിട്ട് തട്ടായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് വേർട്ടിക്കൽ ഫാമിംഗ്. ഈ വേർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എ കീ ഫീച്ചർ ഓഫ് വേർട്ടിക്കൽ ഫാമിംഗ് ഈസ് ദാറ്റ് ഇറ്റ് യൂട്ടിലൈസസ് ദ പോസിബിലിറ്റീസ് ഓഫ് ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെർട്ടിക്കൽ ഫാമിങ്ങിൽ നമുക്ക് ഹൈഡ്രോപോണിക്സോ അല്ലെങ്കിൽ എയറോപോണിക്സോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ വാട്ടറിൽ, വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. എയറോപോണിക്സ് എന്ന് വെച്ചാൽ എയറിൽ, വേരുകളിനെ എയറിലേക്ക് തൂക്കിയിട്ട് അതിലേക്ക് ന്യൂട്രിയൻ സൊല്യൂഷനൊക്കെ തളിച്ചു കൊടുത്ത് അങ്ങനെ വളർത്തുന്ന രീതിയാണ് എയറോപോണിക്സ്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ എയറോപോണിക്സ് അങ്ങനെയുള്ള ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിംഗ് മെത്തേഡാണ് വെർട്ടിക്കൽ ഫാമിംഗ്. അടുത്തത് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഈവൻ ഇൻ അർബൻ ഏരിയാസ് വിത്ത് ലിമിറ്റഡ് സ്പേസ് ബൈ ഇൻകോപ്പറേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആൻഡ് പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സ് ടു ഷീൽഡ് ക്രോപ്സ് ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റ്. ഫാമിംഗ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അതായത് നമുക്കിത് അർബൻ ഏരിയാസിൽ, ഭയങ്കര തിരക്ക് പിടിച്ച സിറ്റികളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കൃഷി രീതി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം തട്ടായിട്ട് ലെയേഴ്സ് പോലെയാണ് കൃഷി ചെയ്യുന്നത്. ഈവൻ ലൈറ്റൊന്നും അധികം കിട്ടാത്ത സ്ഥലമാണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല മഴയാണെങ്കിലും നല്ല വെയിലാണെങ്കിലും ഒന്നും എന്തിലും പ്രശ്നമില്ല. വെർട്ടിക്കൽ ഫാമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ഒരിക്കലും വെർട്ടിക്കൽ ഫാമിങ്ങിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളവിടെ ക്രോപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാകും, ഒരു ഷീൽഡ് പോലെ. സൺലൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് റെയിനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രോപ്സിനൊരു ഷീൽഡ് പോലെ നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ലൈറ്റ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഹ്യൂമിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ജലവും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറിറ്റാണ് എന്ത്? വെർട്ടിക്കൽ ഫാമിങ്ങിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും, ഈവൻ ദോ ലൈറ്റ് അധികം കിട്ടാത്ത സ്ഥലമാണെങ്കിൽ കൂടെ, സൺലൈറ്റ് അധികം കിട്ടാത്ത സ്ഥലമാണെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? നമ്മളവിടെ ക്രോപ്സിനെയൊക്കെ ഒരു ഷീൽഡ് പോലെ, ഒരു പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഒരു ഷീൽഡ് പോലെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്ലൈമറ്റ് ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ടു ഓവർകം സ്പേസ് കൺസ്ട്രെയിൻസ്? എങ്ങനെയാണ് ഇത് സ്ഥലപരിമിതി മറികടക്കാൻ സഹായിക്കുന്നത് എന്നാണ്. എങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? തട്ടായിട്ട് അല്ലേ, ലെയർ ആയിട്ട് വേർട്ടിക്കൽ പൊസിഷനിൽ ലെയർ ആയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലപരിമിതി ഓവർകം ചെയ്യാൻ പറ്റും. ഹൗ ഡസ് ഇറ്റ് എൻഷുർ അവൈലബിലിറ്റി ഓഫ് ലൈറ്റ്? ഇവിടെ എങ്ങനെയാണ് ലൈറ്റിൻ്റെ അവൈലബിലിറ്റി? വി ക്യാൻ ആൾസോ ഇൻക്ലൂഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഈവൻ ലൈറ്റ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ യൂസ് ഇവിടെ എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഇവിടെ നമുക്ക് ഏത് രീതിയിൽ കൃഷി ചെയ്യാം? ഹൈഡ്രോപോണിക്സോ അല്ലെങ്കിൽ എയറോപോണിക്സോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ ന്യൂട്രിയൻ സൊല്യൂഷനിൽ പ്ലാന്റ് വളർത്തുകയാണ്. അപ്പോൾ ഒരുപാട് വാട്ടർ വേസ്റ്റേജ് അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ എയറോപോണിക്സിലും എയറിലേക്ക് പ്ലാന്റ് വളർത്തുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട വാട്ടർ ജസ്റ്റ് റൂട്ടിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ എന്തില്ല? വാട്ടർ വേസ്റ്റേജ് വളരെ കുറവാണ്. അടുത്തത് കൺസ്ട്രക്ഷൻ കോസ്റ്റാണ്. ഇങ്ങനെ ഒരു സെറ്റപ്പ്, വെർട്ടിക്കൽ ഫാമിംഗ് സെറ്റപ്പ് തുടങ്ങാനായിട്ട് അത്യാവശ്യം ചിലവുണ്ട്, കോസ്റ്റ്ലിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നോർമലി ചെയ്യുന്ന കൃഷിരീതികളിലേക്കാട്ടിലും 2 ഇരട്ടിയായിരിക്കും. ഓക്കെ, വെർട്ടിക്കൽ ഫാമിങ്ങിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് എപ്പോഴും വളരെ കൂടുതലായിരിക്കും, പക്ഷെ അത് തുടങ്ങാനുള്ള ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വെർട്ടിക്കൽ ഫാമിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് വെർട്ടിക്കൽ പൊസിഷനിൽ തട്ടായിട്ട് ലെയേഴ്സായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ്. ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹൈഡ്രോപോണിക്സോ അല്ലെങ്കിൽ എയറോപോണിക്സോ ഒക്കെയാണ് ഇവിടെ ചെയ്യുന്ന കൃഷി രീതികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, ക്ലൈമറ്റ് കണ്ടീഷൻ ഒരിക്കലും വെർട്ടിക്കൽ ഫാമിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ? വെർട്ടിക്കൽ ഫാമിങ്ങിൽ നമ്മുടെ ക്രോപ്സിനെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണ്ട ഹ്യൂമിഡിറ്റി അതുപോലെ നമുക്ക് വേണ്ട സൺലൈറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിഫിഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ ഒരു
ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഒരു കുറവ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ്, ഉണ്ടാക്കിയെടുക്കാനുള്ള ചിലവ് കൂടുതലാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വെർട്ടിക്കൽ ഫാമിംഗ് സെറ്റപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് മറ്റു കൃഷി രീതികളിലെ കിട്ടുന്നതിനെക്കാട്ടിലും ഇരട്ടിയായിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതെന്താണെന്ന് നോക്കി നോക്കാം. ഫെർട്ടിലൈസേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഫാമിംഗ്. ആറിൻ്റെ നമ്മൾ ഫാമിങ്ങിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഫെർട്ടിലൈസേഴ്സ്. വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് അപ്ലൈയിങ് ഫെർട്ടിലൈസർ? എന്താണ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാം. പ്ലാന്റ് ന്യൂട്രിയൻസ്. ദ എലമെൻറ്റ്സ് റിക്വയർഡ് ബൈ പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻ ഫ്രം സോയിൽ. പ്ലാന്റ്സിന് ആവശ്യമുള്ള എലമെൻറ്റ്സ് കിട്ടുന്നത് സോയിലിൽ നിന്നാണ്. ഓഫ് ദീസ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മെഗ്നീഷ്യം ആൻഡ് സൾഫർ ആർ ദ എലമെൻറ്റ്സ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. പ്ലാന്റ്സിന് വലിയ ക്വാണ്ടിറ്റീസിൽ, ലാർജ് ക്വാണ്ടിറ്റീസിൽ ആവശ്യമുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ദീസ് ആർ കോൾഡ് മാക്രോന്യൂട്രിയൻസ്. ഈ എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് മാക്രോന്യൂട്രിയൻസ്. മാക്രോന്യൂട്രിയൻസിനുള്ള എക്സാമ്പിൾസ് ആണ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മെഗ്നീഷ്യം ആൻഡ് സൾഫർ. അപ്പോൾ ഈ ന്യൂട്രിയൻസ് നമ്മൾ എന്ത് വിളിക്കും? മാക്രോന്യൂട്രിയൻസ്. മാക്രോന്യൂട്രിയൻസ് എന്താണ്? പ്ലാന്റ്സിന് ലാർജ് ക്വാണ്ടിറ്റീസിൽ ആവശ്യമുള്ള എലമെൻറ്റ്സിനെയാണ് എന്ത് വിളിക്കുക? മാക്രോന്യൂട്രിയൻസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ പ്ലാന്റ്സിന് സ്മോൾ ക്വാണ്ടിറ്റീസിൽ ആവശ്യമുള്ള എലമെൻറ്റ്സ് നമ്മളപ്പോൾ മൈക്രോന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുന്നത്. ദ എലമെൻറ്റ്സ് സച്ച് ആസ് ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, iron, molybdenum, chlorine and nickel are required only in very small quantities. These are known as micronutrients. ചെറിയ അളവിൽ ആവശ്യമുള്ള എലമെൻറ്റ്സിനെ മൈക്രോന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, മൊളിബ്ഡിനം, ക്ലോറിൻ ആൻഡ് നിക്കൽ. എല്ലായ്പ്പോഴും എക്സാമിന് മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും എക്സാമ്പിൾസ് വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ മാക്രോന്യൂട്രിയൻ്റ് എന്താണ്, മൈക്രോന്യൂട്രിയൻ്റ് എന്താണ്, രണ്ടിനും എക്സാമ്പിൾസും ഓർത്ത് വയ്ക്കാം. ഫെർട്ടിലൈസേഴ്സ് ആർ അപ്ലൈഡ് ടു എൻഷുർ ദാറ്റ് ക്രോപ്സ് റിസീവ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ ദെയർ ഗ്രോത്ത്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഈ എല്ലാ ന്യൂട്രിയൻസും പ്ലാന്റ്സിന് ലഭ്യമാക്കി കൊടുക്കാനാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താ ചോദിച്ചിരിക്കുന്നത്? മാക്രോന്യൂട്രിയൻ്റ് ആൻഡ് മൈക്രോന്യൂട്രിയൻ്റ്. എന്താണ് മാക്രോന്യൂട്രിയൻ്റ്? മാക്രോന്യൂട്രിയൻ്റ് ആർ ദ എലമെൻറ്റ്സ് റിക്വയർഡ് ബൈ പ്ലാന്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. പ്ലാന്റ്സിന് ലാർജ് ക്വാണ്ടിറ്റീസിൽ ആവശ്യമുള്ള എലമെൻറ്റ്സിനെയാണ് എന്ത് വിളിക്കുക? മാക്രോന്യൂട്രിയൻസ്. അടുത്തതായിട്ട് മൈക്രോന്യൂട്രിയൻസ് ആണ്. മൈക്രോന്യൂട്രിയൻസ് ആർ ദ എലമെൻറ്റ്സ് റിക്വയർഡ് ബൈ പ്ലാന്റ്സ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. പ്ലാന്റ്സിന് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം ആവശ്യമുള്ള എലമെൻറ്റ്സിനെയാണ് എന്ത് വിളിക്കുക? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക. രണ്ടിനും എക്സാമ്പിൾസ് നോക്കി വയ്ക്കുക. അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? നീഡ് ഫോർ ദ അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ. എന്താണ് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആവശ്യം? എന്താണ്? ഫെർട്ടിലൈസേഴ്സ് ആർ അപ്ലൈഡ് ടു എൻഷുർ ദാറ്റ് ക്രോപ്സ് റിസീവ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ ദെയർ ഗ്രോത്ത്. ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ലഭ്യമാക്കി കൊടുക്കാനാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഈ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സം ഫെർട്ടിലൈസേഴ്സ് ആർ സ്പ്രിങ്കിൾ ഓൺ ദ ഫീൽഡ് ബിഫോർ ഓർ ആഫ്റ്റർ പ്ലാന്റിങ്. ചില ഫെർട്ടിലൈസേഴ്സ് ഫീൽഡിൽ വെതറിക്കൊടുക്കുകയാണ് ചെയ്യാറ്. പ്ലാന്റ് വെക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ വെച്ചതിന് ശേഷമോ വെതറിക്കൊടുക്കുകയാണ് ചില ഫെർട്ടിലൈസേഴ്സ് ചെയ്യാറ്. ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആർ സ്പ്രേഡ് ഓൺ ദ ലീവ്സ് വൈൽ അതേഴ്സ് ആർ മിക്സഡ് വിത്ത് വാട്ടർ ആൻഡ് സ്പ്രേഡ്. ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ലീവ്സിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. വേറെ ഫെർട്ടിലൈസേഴ്സൊക്കെ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യാറുണ്ട്. യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ക്രോപ്പ് ആൻഡ് സോയിൽ എൻഷുവേഴ്സ് ബെറ്റർ ഈൽഡ്സ്. അതായത് ഏത് ക്രോപ്പാണ് എന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഫെർട്ടിലൈസർ വേണമെന്ന് സെലക്ട് ചെയ്യുക. എല്ലാ ക്രോപ്സിനും എല്ലാ ഫെർട്ടിലൈസേഴ്സും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്രോപ്പിനനുസരിച്ചായിരിക്കണം എപ്പോഴും ഫെർട്ടിലൈസേഴ്സ് ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നല്ല ഈൽഡ് ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസസ് എന്താണെന്ന് പഠിച്ചു, പ്ലാന്റ് ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ഏതൊക്കെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.
അവിടെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇല്ലസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കപ്പോൾ അതിലെന്താ പറയുന്നതെന്ന് നോക്കി നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. 4 തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ മൈക്രോബിയൽ ഫെർട്ടിലൈസർ, ബയോ ഫെർട്ടിലൈസർ, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ആൻഡ് നാനോ ഫെർട്ടിലൈസർ. ടെക്സ്റ്റിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ടെക്സ്റ്റിൽ ബയോ ഫെർട്ടിലൈസറിൻ്റെ സ്ഥാനത്ത് ശരിക്കും മൈക്രോബിയൽ ഫെർട്ടിലൈസർ ആണ് വേണ്ടത്. പക്ഷേ അവിടെ മാറിയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിലുള്ള ബയോ ഫെർട്ടിലൈസർ എന്ന ഭാഗം നിങ്ങൾ വെട്ടിയിട്ട് അതിന് പകരം അവിടെ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് എഴുതി ചേർക്കണം. നമുക്കപ്പോൾ ആദ്യം മൈക്രോബിയൽ ഫെർട്ടിലൈസറിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. മൈക്രോബിയൽ ഫെർട്ടിലൈസറിൽ വരുന്ന എക്സാമ്പിളാണ് റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ. ഈ 3 മൈക്രോബിയൽ ഫെർട്ടിലൈസറിനുള്ള എക്സാമ്പിൾ. ഇനി എന്താണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് പറയാൻ പോകുന്നത്. മൈക്രോബിയൽ ഫെർട്ടിലൈസറിൽ നമ്മൾ മൈക്രോബ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. മൈക്രോബ്സ് എന്ന് വെച്ചാൽ എന്താണ്? സൂക്ഷ്മജീവികൾ. ഇവിടെ നമ്മൾ മണ്ണിലേക്ക് സൂക്ഷ്മജീവികളെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ സൂക്ഷ്മജീവികൾ മണ്ണിൽ പോയിട്ട് മണ്ണിലുള്ള നൈട്രജൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും അതിലൂടെ പ്ലാന്റ്സിന് ഇതൊക്കെ ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മണ്ണിൻ്റെ ടെക്സ്ചറിന്, സോയിലിൻ്റെ ടെക്സ്ചറിനോ അതുപോലെ തന്നെ സോയിലിലുള്ള ഡീകമ്പോസേഴ്സിനോ യാതൊരുവിധ ദോഷവും വരുത്തുന്നില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആഡിങ് മൈക്രോബ്സ് ടു ദ സോയിൽ ദാറ്റ് ഹെൽപ്പ് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫിക്സിംഗ്. മണ്ണിലേക്ക് എന്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? മൈക്രോബ്സിന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതെന്തിനെ സഹായിക്കുന്നു? നൈട്രജൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെയും ഒക്കെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഡു നോട്ട് ഹാം ദ ടെക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് ഡീകമ്പോസേഴ്സ്. മണ്ണിൻ്റെ ടെക്സ്ചറിനും അതുപോലെ തന്നെ ഡീകമ്പോസേഴ്സിനും യാതൊരുവിധ ദോഷവും വരുത്തുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൈക്രോബിയൽ ഫെർട്ടിലൈസർ. അതിന് 3 എക്സാമ്പിൾസ് ഉണ്ട്: റൈസോബിയം, അസോസ്പൈറില്ലം ആൻഡ് മൈക്കോറൈസ. ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മളോട് മൈക്രോബ്സിനെയാണ് ആഡ് ചെയ്യുന്നത്. മൈക്രോബ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? മൈക്രോബ്സ് ഹെൽപ്സ് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫിക്സിംഗ്. അടുത്തതായിട്ട് ഡു നോട്ട് ഹാം ദ ടെക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് ഡീകമ്പോസേഴ്സ്. മണ്ണിൻ്റെ ടെക്സ്ചറിനെയോ അതുപോലെ തന്നെ ഡീകമ്പോസേഴ്സിനോ യാതൊരുവിധ ദോഷവും വരുത്തുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ ബയോ ഫെർട്ടിലൈസർ ആണ് പറയുന്നത്. ബയോ ഫെർട്ടിലൈസറിന് വരുന്ന എക്സാമ്പിൾസ് ആണ് കമ്പോസ്റ്റ്, ഗ്രീൻ മാനൂർ. ഗ്രീൻ മാനൂർ എന്ന് വെച്ചാൽ പച്ചിലവളാണ്. കൗഡങ്, ചാണകം. ദെൻ ബോൺ മീൽ. ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എല്ല് പൊടിയാണ്. ഇതൊക്കെയാണ് ബയോ ഫെർട്ടിലൈസറിന് വരുന്ന എക്സാമ്പിൾസ്. ബയോ ഫെർട്ടിലൈസറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ബയോ ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബയോ റെസിഡ്യൂസ് ആണ്. ബയോ റെസിഡ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? ജൈവ അവശിഷ്ടങ്ങൾ അല്ലേ? ജൈവ അവശിഷ്ടങ്ങളെയാണ് ബയോ ഫെർട്ടിലൈസേഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പച്ചിലവളം, ചാണകം, അതുപോലെ തന്നെ എല്ലുപൊടി, അതൊക്കെ എന്താണ്? ജൈവ അവശിഷ്ടങ്ങളാണല്ലേ? വിഘടിപ്പിക്കാൻ പറ്റുന്ന അതിനെല്ലാം നമ്മൾ ജൈവ അവശിഷ്ടങ്ങൾ എന്ന് പറയാം. അങ്ങനെയുള്ള ജൈവ അവശിഷ്ടങ്ങളാണ് ബയോ ഫെർട്ടിലൈസറിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നില്ല? ഇറ്റ് വിൽ നോട്ട് ഹാം ഐദർ ദ ടെക്സ്ചർ ഓഫ് ദ സോയിൽ ഓർ ദ ഡീകമ്പോസേഴ്സ്. അത് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ മണ്ണിൻ്റെ ടെക്സ്ചറിനെയും അതുപോലെ തന്നെ ഡീകമ്പോസേഴ്സിനും യാതൊരുവിധ ദോഷവും വരുത്തുന്നില്ല. Plants get the nutrients released from these bioresidues by the decomposers. പ്ലാന്റ്സിന് എവിടുന്ന ഈ ന്യൂട്രിയൻസ് കിട്ടുന്നേ? മണ്ണിലുള്ള ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യും? ഈ ബയോറെസിഡ്യൂസിനൊക്കെ, ഈ ജൈവ അവശിഷ്ടങ്ങളൊക്കെ വിഘടിപ്പിക്കുകയും അതുവഴി ന്യൂട്രിയൻസിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ആ ന്യൂട്രിയൻസ് ആണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. Plants get the nutrients released from these bioresidues by the decomposers. ഡീകമ്പോസ് ചെയ്യുന്ന ബയോറെസിഡ്യൂസിൽ നിന്നാണ് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ന്യൂട്രിയൻസ് മേ ബി ലെസ്. അങ്ങനെ കിട്ടുന്ന ന്യൂട്രിയൻസ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇങ്ങനെ ബയോ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ടേക്സ് എ ലോങ് ടൈം. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജൈവ അവശിഷ്ടങ്ങളൊക്കെ ഡീകമ്പോസ് ചെയ്ത് അതിന്ന് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഈ ലോങ് പ്രോസസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന ന്യൂട്രിയൻസിൻ്റെ അളവ് വളരെ കുറവുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ബയോ ഫെർട്ടിലൈസറിന് 2-3 എക്സാമ്പിൾസ് പറഞ്ഞു. കമ്പോസ്റ്റ്, ബോൺ മീല്, ഗ്രീൻ മാനുവർ, കൗഡങ്, അതൊക്കെ ബയോ ഫെർട്ടിലൈസേഴ്സിലാണ് വരുന്നത്. ബയോ ഫെർട്ടിലൈസേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബയോ റെസിഡ്യൂസ് ആണ്, ജൈവ അവശിഷ്ടങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ എന്തില്ല, മണ്ണിൻ്റെ ടെക്സ്ചറിന്, സോയിൽ ടെക്സ്ചറിനും അതുപോലെ തന്നെ ഡീകമ്പോസേഴ്സിനും യാതൊരുവിധ ദോഷവും വരുത്തുന്നില്ല. പിന്നെ പ്ലാന്റ്സിന് ഈ ന്യൂട്രിയൻസ് കിട്ടുന്നത് ഡീകമ്പോസേഴ്സ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിന് കിട്ടുന്ന ന്യൂട്രിയൻസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അടുത്തത് നമ്മൾ നോക്കുന്നത് നാനോ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ്. നാനോ ഫെർട്ടിലൈസേഴ്സിന് അവിടെ 2-3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മെഗ്നീഷ്യം സൾഫേറ്റ്. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫോം ഓഫ് നാനോ പാർട്ടിക്കിൾസ്. ഈ നാനോ ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഫെർട്ടിലൈസറാണ്. അത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുകൊണ്ടാണ് നാനോ എന്നുള്ള പേര് വന്ന്. കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിരിക്കും ഈ നാനോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. ക്യാൻ ബി ഈസിലി അബ്സോർബ് ബൈ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് പറയുന്നത് റിക്വയർഡ് ഇൻ വെരി സ്മാൾ ക്വാണ്ടിറ്റീസ് കമ്പയർഡ് ടു അതർ ഫെർട്ടിലൈസർ. നമ്മൾ നേരത്തെ ബയോ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരുപാട് ഇട്ട് കൊടുത്താലും പ്ലാന്റ്സിന് എന്താണ്, അത് ഡീകമ്പോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്തേ കിട്ടുള്ളൂ, അതിൽ നിന്ന് ചെറിയ അളവിൽ മാത്രമേ ന്യൂട്രിയൻസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ നാനോ ഫെർട്ടിലൈസറിൻ്റെ കേസിൽ വളരെ ചെറിയ എമൗണ്ട് ഇട്ട് കൊടുത്താൽ മതി, പ്ലാന്റ്സിന് എന്ത് കിട്ടും, അതിൽ നിന്ന് ധാരാളം ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇറ്റ്സ് റിക്വയർഡ് ഓൺലി ഇൻ വെരി സ്മാൾ ക്വാണ്ടിറ്റി. ഇത് ചെറിയ അളവിൽ മാത്രമേ പ്ലാന്റ്സിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഡു നോട്ട് അഫക്ട് ദ കെമിക്കൽ ടെക്സ്ചർ ഓഫ് സോയിൽ മച്ച്. മണ്ണിന് ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല, എന്നാൽ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് താനും. നമ്മുടെ മൈക്രോബിയൽ ഫെർട്ടിലൈസറിനെയും ബയോ ഫെർട്ടിലൈസറിനെയും വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, കുറച്ചൊക്കെ മണ്ണിന് ദോഷകരാണ്, എന്നാലും ഒരുപാട് ദോഷം അല്ല താനും. ഇനി അടുത്തത് പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറാണ്. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറിൽ വരുന്നത് അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്, ഈ 3 ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇതും നമ്മൾ നാനോ ഫെർട്ടിലൈസർ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. മണ്ണിൻ്റെ ന്യൂട്രിയൻസ് കൂട്ടാനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തെടുത്ത ഫെർട്ടിലൈസറാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്. ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ടു ഇൻക്രീസ് ദ ന്യൂട്രിയൻ വാല്യൂ ഓഫ് സോയിൽ. മണ്ണിൻ്റെ ന്യൂട്രിയൻ വാല്യൂ കൂട്ടാനായിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. പ്ലാന്റ്സ് ക്യാൻ ഈസിലി അബ്സോർബ്. പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ ഈസ് ഹാംഫുൾ ടു സോയിൽ ടെക്സ്ചർ ആൻഡ് ഡീകമ്പോസേഴ്സ്. ഒരുപാട് യൂസ് ചെയ്ത എന്താണ്, മണ്ണിൻ്റെ ടെക്സ്ചറിനെയും അതുപോലെ തന്നെ മണ്ണിലുള്ള ഡീകമ്പോസേഴ്സിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഫെർട്ടിലൈസറാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. അപ്പം നമ്മൾ 4 തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പറഞ്ഞു. മൈക്രോബിയൽ ഫെർട്ടിലൈസർ, ബയോ ഫെർട്ടിലൈസർ, നാനോ ഫെർട്ടിലൈസർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ 4 ഫെർട്ടിലൈസേഴ്സിനും എക്സാമ്പിൾസും അതിൻ്റെ ഫീച്ചേഴ്സും വളരെ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ലീഫ് കളർ ചാർട്ടിനെ കുറിച്ചാണ്. ലീഫ് കളർ ചാർട്ട് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് ആവശ്യത്തിന് നൈട്രജൻ കിട്ടുന്നുണ്ടോ, നൈട്രജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലീഫ് കളർ ചാർട്ട്. ഇതൊരു കളർ ചാർട്ടാണ്. ആ കളർ ചാർട്ടിൽ ഒരു സ്റ്റാൻഡേർഡ് പിക്ചർ ഉണ്ടാവും. ആ പിക്ചറിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു ലീഫ് വെച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പ്ലാന്റിന് ആവശ്യത്തിന് നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ പ്ലാന്റ് ലൈറ്റ് ഗ്രീൻ കളറിലാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നൈട്രജൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്നാണ്. ഡാർക്ക് ഗ്രീൻ കളറാണ് കാണുന്നതെങ്കിൽ പ്ലാന്റിന് ആവശ്യത്തിനുള്ള നൈട്രജൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ലീഫ് കളർ ചാർട്ട് ഈസ് ആൻ ഈസി വേ ടു ഫൈൻഡ് ഔട്ട് ദ അവൈലബിലിറ്റി ഓഫ് നൈട്രജൻ ഇൻ ക്രോപ്പ് പ്ലാന്റ്സ്. ക്രോപ്പ് പ്ലാന്റ്സിലെ നൈട്രജൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലീഫ് കളർ ചാർട്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് need to be added by comparing the color of leaves of plants with a standard picture. അതായത് പ്ലാന്റിൻ്റെ ലീഫും ഈ സ്റ്റാൻഡേർഡ് പിക്ചറും കൂടെ കമ്പയർ ചെയ്തിട്ട് എത്രത്തോളം നൈട്രജൻ ആവശ്യമുണ്ട് അല്ലെങ്കിൽ നൈട്രജൻ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലൈറ്റ് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് ദ ഡെഫിഷ്യൻസി ഓഫ് നൈട്രജൻ. ലൈറ്റ് ഗ്രീൻ കളറാണെങ്കിൽ നൈട്രജൻ ഡെഫിഷ്യൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് നൈട്രജൻ ഈസ് പ്രസൻറ്റ് ഇൻ അഡക്വേറ്റ് ക്വാണ്ടിറ്റി. ഡാർക്ക് ഗ്രീൻ കളറാണ് കാണുന്നതെങ്കിൽ നൈട്രജൻ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ നൈട്രജൻ്റെ അളവ് എത്രത്തോളം പ്ലാന്റ്സിലുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് ലീഫ് കളർ ചാർട്ട്. അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത് നമ്മൾ നോക്കുന്നത് ദ മോർ യു ഗിവ് ദ മോർ യു റിസീവ്.
എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. All the nutrients absorbed by plants eventually reaches us through the food we consume. അതായത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന ഈ ന്യൂട്രിയൻസ് ഒക്കെ ലാസ്റ്റ് എങ്ങോട്ടേക്ക് എത്തുന്നത്? ആ പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. The quantities of variant nutrients present in 100 grams of edible vegetables from a study are given in table. By examining the table, collect more information about the necessity of including local vegetables in the diet. അതായത് നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കുറേ വെജിറ്റബിൾസിൽ എത്രത്തോളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചാർട്ട് നോക്കിയിട്ട് ലോക്കൽ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ടേബിൾ നോക്കി നോക്കാം. അവിടെ കൊളക്കേഷ്യ ലീഫ്, കറി ലീഫ്, ഡ്രം സ്റ്റിക്ക്, സ്വീറ്റ് അമരാന്ത്, ക്യാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, ഒരുപാട് പ്ലാന്റ്സിൽ എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം, അയൺ, കാരോട്ടിൻ, വിറ്റാമിൻ സി, ഇതൊക്കെ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്തിട്ട് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയോ. ലോക്കൽ വെറൈറ്റീസ് ആർ നാച്ചുറലി വെൽ സ്യൂട്ടഡ് ടു ദ ലോക്കൽ എൻവയോൺമെന്റ്. Since they have inherent resistance to pest and disease, the use of pesticides can be minimized. നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ഒക്കെ വെറൈറ്റീസിന് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പെസ്റ്റിസൈഡ്സോ ഫെർട്ടിലൈസേഴ്സോ ഒന്നും അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ബൈ സപ്പോർട്ടിംഗ് ലോക്കൽ പോളിനേറ്റേഴ്സ് ആൻഡ് ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് ദേ ഹെൽപ്പ് മെയിൻറ്റെയിനിങ് എക്കോളജിക്കൽ ബാലൻസ്. ഇവിടെ ലോക്കലായിട്ടുള്ള പോളിനേറ്റേഴ്സ് ഒക്കെ പോളിനേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ഒരു എക്കോളജിക്കൽ ബാലൻസും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആസ് ദീസ് ക്രോപ്സ് റിക്വയർ മിനിമൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്, കൾട്ടിവേഷൻ കോസ്റ്റ് ക്യാൻ ആൾസോ ബി റെഡ്യൂസ്ഡ്. ഈ ക്രോപ്സിനൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ ഒരുപാട് ഫെർട്ടിലൈസറോ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തും കുറയ്ക്കാൻ പറ്റും, കൾട്ടിവേഷൻ കോസ്റ്റും കുറയ്ക്കാൻ പറ്റും. Isn't it possible to grow such local vegetables in home gardens? They can enrich your kitchen garden to a nutritious garden. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ലോക്കൽ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ കിച്ചൺ ഗാർഡനിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുകയും ചെയ്യും, ഒരുപാട് എന്തില്ല കൾട്ടിവേഷൻ കോസ്റ്റും ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു ടോപ്പിക്കാണ് ഫോർ ബെറ്റർ yield ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഏതൊരു കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും, നല്ല വിളവ് കിട്ടാനായിരിക്കും അല്ലേ. അപ്പം നമുക്ക് എപ്പോഴും നല്ല വിളവ് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. വി ഗെറ്റ് ഹൈ yield വെൻ വി യൂസ് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. നല്ല yield കിട്ടാൻ എപ്പോഴും നല്ല പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, നല്ല നടീൽ വസ്തുക്കൾ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, നല്ല yield ലഭിക്കാൻ ഏതൊക്കെ രീതിയിലുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ചൂസ് ചെയ്യാന്നുള്ളൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? GM ക്രോപ്സ് വരുന്നുണ്ട്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ഹൈബ്രിഡൈസേഷൻ, ടിഷ്യൂ കൾച്ചർ. ഇതിൽ GM ക്രോപ്സും ടിഷ്യൂ കൾച്ചർ ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ഹൈബ്രിഡൈസേഷൻ, അതുവഴിയെല്ലാം പുതിയ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും കൂടുതൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ GM ക്രോപ്സിനെ കുറിച്ചും ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചും നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ GM ക്രോപ്സ് ആണ്. GM ക്രോപ്സ് എന്ന് വെച്ചാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ്. In crops, new traits can be incorporated by altering its genetic constitution through genetic engineering. അതായത് ചില വിളകളിൽ നമ്മൾ അതിൻ്റെ ജീൻസിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. നമുക്ക് വേണ്ട പുതിയ ചില ഗുണങ്ങൾ നമ്മൾ ജനറ്റിക് എൻജിനീയറിംഗ് വഴി ആഡ് ചെയ്ത് ഒരു പ്ലാന്റിൻ്റെ ജനിതക ഘടനയിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തി പുതിയൊരു ക്രോപ്പാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ GM ക്രോപ്സ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വേണ്ട തരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ പ്ലാന്റ്സിനുള്ള എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് കോട്ടൺ പ്ലാന്റ് ദാറ്റ് റെസിസ്റ്റ് പെസ്റ്റ് അറ്റാക്ക്. കീടങ്ങളെ എതിർക്കാൻ ശേഷിയുള്ള ഒരു കോട്ടൺ പ്ലാന്റ്, പരുത്തിച്ചെടി നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്തത് സോയാബീൻ ദാറ്റ് റെസിസ്റ്റ് വീഡിസൈഡ്. കളകളെ എതിർക്കാൻ ശേഷിയുള്ള കളകളെ എതിർക്കാൻ ശേഷിയുള്ള ഒരു സോയാബീൻ വെറൈറ്റി നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ദെൻ റൈസ് വെറൈറ്റീസ് ദാറ്റ് കണ്ടെയ്ൻ വിറ്റാമിൻ A
എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ ദീസ് ക്രോപ്സ്. വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഒരു റൈസ് വെറൈറ്റി നമ്മൾ GM ക്രോപ്സിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ GM ക്രോപ്സ് ഒന്നുമില്ല, നമുക്ക് വേണ്ട ട്രേറ്റ്സ് എന്ന് വെച്ചാൽ ഗുണങ്ങൾ, നമുക്ക് വേണ്ട ഗുണങ്ങൾ നമ്മൾ ക്രോപ്സിൻ്റെ ജീനിലേക്ക് ആഡ് ചെയ്ത് ചേർത്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. എന്ത് വഴി? ജനറ്റിക് എൻജിനീയറിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന രീതിയാണ് GM ക്രോപ്സ്. അതിന് 2-3 എക്സാമ്പിൾസും അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്ന ടിഷ്യൂ കൾച്ചറാണ്. ദിസ് ടെക്നിക് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഹാവിംഗ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പാരന്റ് പ്ലാന്റ്. പാരന്റ് പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങളുള്ള ഒരുപാട് പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ. Tissues separated from the suitable part of a plant are grown in special nutrient medium to produce saplings. നമ്മൾ ബഡ്ഡിങ്ങും ലെയറിങ്ങും അതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ടിഷ്യൂ കൾച്ചർ. ഇവിടെ നമ്മുടെ പാരന്റ് പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ആ പാർട്ടിൽ നിന്നുള്ള ഒരു ടിഷ്യൂ ആണ്. ആ ടിഷ്യൂവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പുതിയ പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ പ്ലാന്റ്സിനൊക്കെ നമ്മുടെ പാരന്റ് പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റിയും ഉണ്ടായിരിക്കും. ഇവിടെ എങ്ങനെയാണ് പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാരന്റ് പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ടിഷ്യൂസിനെ ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ വളർത്തിയെടുത്ത് പുതിയ സാപ്ലിങ്സ്, പുതിയ തൈച്ചെടികളാക്കി ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ടിഷ്യൂ കൾച്ചർ. അപ്പോൾ GM ക്രോപ്സ് എന്താണെന്നും ടിഷ്യൂ കൾച്ചർ എന്തായെന്നും നമുക്കിപ്പോൾ മനസ്സിലായി. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുകൊണ്ട് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് നമ്മൾ ഇത്തവണ പറയുന്നില്ല. The method of grafting, budding, layering and tissue culture are adopted to produce saplings having the characteristics of the parent plant. അതായത് നമ്മൾ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ്, ടിഷ്യൂ കൾച്ചർ അതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ പാരന്റ് പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റീസ്, അതേ ക്യാരക്ടേഴ്സ് ഉള്ള പുതിയ പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ മെത്തേഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നു. ഒരു ചെറിയ ട്രെയിനിങ് കിട്ടിയാൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ് അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ബട്ട് ടിഷ്യൂ കൾച്ചർ റിക്വയേഴ്സ് മോർ ടെക്നിക്കൽ നോളേജ് ആൻഡ് ട്രെയിനിങ്. പക്ഷേ ടിഷ്യൂ കൾച്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ ടെക്നിക്കൽ നോളേജും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ GM ക്രോപ്സിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതിന് അതിൻ്റേതായ ദോഷവും ഉണ്ട് എന്നാണ് പറയുന്നത്. GM ക്രോപ്സ് ഹാവ് മെനി അഡ്വാൻറ്റേജസ്. However, there is an opinion that these are a threat to the survival of indigenous. അതായത് ഇൻഡിജീനസ് വെറൈറ്റിയിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ GM ക്രോപ്സ് ഉണ്ടാക്കുന്നത്. അങ്ങനെ GM ക്രോപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇൻഡിജീനസ് വെറൈറ്റീസ് തന്നെ ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ GM ക്രോപ്സിന് മെറിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, കൂടുതൽ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.